ഹലോ, സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായി പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു കറിയാണ്. അതിനായി നമുക്ക് ആവശ്യം 1 കിലോ ബീഫ്, 4 സബോള അരിഞ്ഞത്, 2 വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ചതച്ചെടുത്തത് ആവശ്യത്തിനിടാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതും ഉലുവ പൊടിച്ചതും ഓരോ ടീസ്പൂൺ വീതം, മല്ലിപ്പൊടി ഈ കയ്യിലിന് 3.5 കയ്യിൽ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, പിന്നെ ഈ സ്പൂണിന് 1 സ്പൂൺ സാദാ മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീർ മുളക് പൊടിയും മിക്സ് എടുത്തതാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അതിനായി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. സവോള വഴറ്റി ഒന്ന് പാകമായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി ഇടുക. 1 ടീസ്പൂൺ ഉപ്പിട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇടാം. 1 സ്പൂൺ. ഇനി നമുക്ക് മല്ലിപ്പൊടി, ഇനി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉലുവ, മഞ്ഞൾപ്പൊടി പറയാൻ മറന്നു. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായി ചൂടാക്കുക. ഇനി നമുക്കിതിൽ ബീഫ് ഇടാം. ബീഫ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി ഇളക്കി ചേർത്ത് മിക്സാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ 9 വിസിലടിച്ച് കുക്കറിലിട്ട് വേവിക്കുക. അതിനുശേഷം വിസിലടിച്ച് കുറച്ച് കഴിഞ്ഞ് വിസിൽ പോയതിന് ശേഷം ഇത് ഇറക്കി വെക്കുക. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിത് ഇറച്ചി ഇതിലേക്ക് ഇട്ടു, കുക്കറിലിട്ടു. ഇനി 8 വിസിലാവുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ബീഫിനൊപ്പം വെള്ളം വെക്കുക. പിന്നീട് നമുക്കത് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം. ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ 1 സബോള അരിഞ്ഞ് വേപ്പിലയും ഇട്ട് തൂമിക്കുക. ഇനി നമുക്കിത് തുറക്കാം. ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തൂമിക്കാം. അതിനായി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് തൂമിക്കാം. അതിനായി 4 ഇല്ലി വേപ്പില ഇട്ടു. ഒരു സബോളയാണ്.
ചെറിയ ഉള്ളി ഉള്ളവരെ അതിട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഞാൻ സബോള ഇട്ടതാണ്. കറി വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. കുറുക്കി ഉപയോഗിക്കേണ്ടവർക്ക് ഇച്ചിരി നേരം തീ അടുപ്പത്ത് വെച്ചാൽ മതി, അപ്പോൾ കുറുകി വന്നോളൂ. അങ്ങനെയും ഉപയോഗിക്കാം. പൊറാട്ടയിലേക്കാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ബീഫ് കറി റെഡി. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.